ഹലോ. അപ്പോൾ എൻ്റെ വളരെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹ സഫലീകരണമാണ് കേട്ടോ ഇന്ന്. വേറെ എവിടെയില്ല, നമ്മുടെ പറശ്ശിനിക്കടവിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ആയിട്ട് ആഗ്രഹിക്കുന്നതാണ്. നമ്മൾ വീക്കെൻഡിലാണ് പോയത്, നല്ല തിരക്കുണ്ടായിരുന്നു. വന്ന ഉടനെ തന്നെ എസ്ലിൻ പണി തുടങ്ങി, കളിപ്പാട്ടങ്ങൾ ഓരോന്നായി വാങ്ങി തുടങ്ങി. നമ്മൾ ആദ്യമായിട്ട് തന്നെ റൂം എടുത്തു. ഇതാണ് കേട്ടോ നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ, നേരെ കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ കാലത്ത് തിരുവപ്പനയും വെള്ളാട്ടമൊക്കെ കണ്ടു. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് തലേ ദിവസം പോയത്. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാലുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അവിടെ തന്നെ ഇരിക്കാനായിട്ട് തോന്നും. വല്ലാത്തൊരു എന്താ പറയുക, ഡിവൈൻ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുന്നേ പോയതാണ് അവിടെ. എസ്ലിൻ്റെ ചോറൂണിന് വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. പിന്നെ എസ്ലിൻ ഒരുപാട് കളിപ്പാട്ടം വാങ്ങിയെങ്കിലും ഏതോ ഒരെണ്ണം കിട്ടാത്തതിൻ്റെ വിഷമാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. അവൾ ലാസ്റ്റ് ഒരു കീ ചെയിനിൽ പിടിച്ചു. എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും അവളുടെ പരിഭവം തീർന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ കയറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ചന്തയിലോട് ഒന്ന് നടന്നതാണ്. ഒരുപാട് ചന്തയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്താ പറയുക, നൊസ്റ്റു ഫീൽ ചെയ്തു. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, തൊഴുതു, പ്രസാദമൊക്കെ കിട്ടി. നമ്മൾ വഴിപാടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് നമുക്ക് മമ്പയറും തേങ്ങാപ്പൂളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പോകാനായിട്ട് തുടങ്ങുമ്പോൾ എന്തായാലും ക്ഷീണം വരുമല്ലോ, അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ റൂമിൽ പോയിട്ടുണ്ടായിരുന്നു. റൂമിലുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ എന്താ പറയുക, എസ്ലിന് എന്ത് കിട്ടിയിട്ടും ആ കലിപ്പ് ലുക്ക് അങ്ങോട്ട് മാറുന്നില്ല കേട്ടോ. അവളുടെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കി 10:30 നമ്മൾ ചെക്കൗട്ട് ചെയ്യണമായിരുന്നു. പിന്നെ എസ്ലിൻ്റെ ഭാഗ്യ പരീക്ഷണത്തിനായിട്ട് റിനേട്ടൻ ഒരു ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ ടാറ്റ ബൈ ബൈ പറയാണ് കേട്ടോ. അങ്ങനെ ഒരു 10:30, 11 ആയപ്പോൾ നമ്മൾ വീട്ടിലേക്ക് മടങ്ങി. പോകുന്ന വഴിയിൽ നമ്മൾ കോഫി ഹൗസിൽ നിന്ന് അവരൊക്കെ സദ്യ കഴിച്ചു. ഞാൻ നല്ലൊരു അടിപൊളി ബിരിയാണി കഴിച്ചു. ഞാനും ഉറങ്ങിയായിരുന്നു കേട്ടോ. അവിടെ ബിരിയാണി നല്ല ക്വാണ്ടിറ്റി ആയിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബായ്.